എല്ലാവരും കാണാനായിട്ട് അച്ചമ്മ വരുന്നുണ്ട്. അച്ചമ്മ വന്ന പാടെ രേവതിക്ക് പുതിയ സ്കൂട്ടി എടുത്തു കൊടുത്ത കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. അച്ചമ്മ പറയുന്നുണ്ട്, മോളെ നീ ഞാൻ പറഞ്ഞില്ലേ ഭാഗ്യവതിയാണെന്ന്. എൻ്റെ കൊച്ചുമോനെ എല്ലാവരും ഓരോന്നൊക്കെ പറയും, എങ്കിലും അവൻ പാവ, അവന്റെ മനസ്സ് ശുദ്ധ, ബാക്കിയുള്ളവരെ പോലൊന്നും അല്ല. അവനെ എൻ്റെ മോളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഈ സ്നേഹമല്ലേ നമ്മൾ ഭാര്യമാർക്ക് ആവശ്യം. കാശോ പണവോ പഠിത്തവോ എല്ലാം ഉണ്ടായിട്ടും എന്താ കാര്യം? ഭാര്യമാരെ സ്നേഹിക്കാൻ അറിയത്തില്ലെങ്കിൽ പിന്നെ അതിൽ പറഞ്ഞിട്ട് കാര്യമുണ്ട് മോളെ എന്നൊക്കെ പറയുമ്പം, ശരി അച്ഛമ്മ പറഞ്ഞത്, എൻ്റെ സച്ചിയേട്ടൻ എൻ്റെ ഭാഗ്യമാണ്. അന്ന് പോലും ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഞാൻ ഒരുപാട് സച്ചിയേട്ടനെ തള്ളി പറഞ്ഞു. പക്ഷെ എൻ്റെ സച്ചിയേട്ടൻ എന്നെ മാത്രമേ സ്നേഹിച്ചുള്ളൂ. ഞാൻ വിശ്വസിച്ചില്ലെന്നുള്ളതായിരുന്നു സച്ചിയേട്ടൻ്റെ ഏറ്റവും വലിയ വിഷമം എന്നൊക്കെ പറയാണ്. സാരമില്ല, ഞാൻ അറിഞ്ഞു, മോള് തന്നെ പോയി അതെല്ലാം ക്ലിയർ ചെയ്ത് അവരെ രക്ഷപ്പെടുത്തിയാലോ. അങ്ങനെ വേണം ഭാര്യമാരായാല്. എന്തായാലും മോളെക്കുറിച്ച് ഓർത്ത് എനിക്ക് നല്ല അഭിമാനമുണ്ട്. മോളെ ശരിയായിട്ട് തന്നെയാ എൻ്റെ മോൻ തെരഞ്ഞെടുത്തത് എന്നൊക്കെ അച്ഛമ്മ പറയുന്നുണ്ട്. അങ്ങനെ ചന്ദ്രനെ നന്നായിട്ട് വിറപ്പിച്ച് നിർത്താണ് അച്ഛമ്മ. രാവിലെ തന്നെ 4 മണിയാകുമ്പോൾ എണീറ്റ് പോയി രേവതി പൂവ് വാങ്ങിക്കൊണ്ട് വരുന്നതും വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യുന്നതും ശേഷം അതുപോലെ പരിപാടിക്ക് പോകുന്നതും ഒക്കെ കാണുന്നുണ്ട്. അച്ഛമ്മ പോയിട്ട് ചന്ദ്രയോട് ചോദിക്കുന്നുണ്ട്, അല്ല ഇവിടെ രേവതി ആരാ, വേലക്കാരിയോ? അവള് കഷ്ടപ്പെടാൻ പുറത്തേക്ക് പോകുന്നവളാ, എന്നിട്ട് പോലും ഈ വീട്ടിലെ എല്ലാ ജോലിയും അവള് ചെയ്യുന്നുണ്ടല്ലോ. അല്ല നിനക്കിവിടെ എന്താ പരിപാടി എന്ന് ചോദിക്കാണ്. അത് പിന്നമ്മേ ഞാൻ എന്ത് ചെയ്യാനാ, എനിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ല എന്ന് പറയുമ്പം, അപ്പൊ നിനക്കറിയാം നിനക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ല എന്നല്ലേ, എന്നിട്ടും വെറുതെ എവിടെ നിന്ന് തിന്ന് സൂഹിക്കാല്ലേ, മര്യാദയ്ക്ക് ഇറങ്ങി ജോലി ചെയ്യടി എന്ന് പറയുന്നുണ്ട്. അത് പിന്നെ രേവതി എല്ലാ ജോലിയും ചെയ്തിട്ടല്ലേ അമ്മേ പോയത്, എനിക്ക് അങ്ങനെ ജോലിയൊന്നും ഇല്ലല്ലോ. അപ്പം ആ പാവം പിടിച്ച രേവതി രാവിലെ 4 മണിക്ക് പോയി പൂവ് എടുത്തോണ്ട് വന്ന് അത് കെട്ടി ശേഷം ഇവിടെയുള്ള എല്ലാവർക്കും വെച്ചും വിളമ്പിയും ഉച്ചയ്ക്ക് വരെയുള്ള ഫുഡും ഉണ്ടാക്കി ഈ വീട് മുഴുവനും വൃത്തിയാക്കിയിട്ടല്ലേ അവൾ പുറത്തേക്ക് ഇറങ്ങി പോകുന്നത്. എന്നിട്ട് അവള് എപ്പോഴാ കയറി വരുന്നത്? പാവം, എന്നിട്ട് പോലും നിനക്ക് അവളുടെ ഒരു സ്നേഹം പോലും ഇല്ല. പോട്ടെ, എന്തെങ്കിലും ഒരു ഗ്ലാസ് ചായയെങ്കിലും നീ ഉണ്ടാക്കി കൊടുക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പം ചന്ദ്ര ദേഷ്യപ്പെട്ട് നിൽക്കുന്നുണ്ട്. എന്താടി നിന്റെ മുഖം കാണുന്നത്? ഞാനേ ഒരാഴ്ച കൂടെ ഉണ്ടാവും. ആ ഒരാഴ്ച എന്തായാലും രേവതിയുടെ ജോലി ചെയ്യാൻ പോകുന്നില്ല. ഞാൻ എത്ര പറഞ്ഞാലും അവളെ കേൾക്കില്ല. എങ്കിലും ഈ ഒരാഴ്ച അവള് ജോലി ചെയ്യില്ല, നീ തന്നെ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അമ്മേ, ഇത്രയും പേർക്ക് ഞാൻ എങ്ങനെ വെച്ച് വിളമ്പാനാ? ഞാൻ ആ ശ്രുതിയും വർഷയും കൂടെ കൂട്ടിക്കോട്ടെ? വേണ്ട, അതൊന്നും വേണ്ട. രേവതി തന്നെയല്ലേ എല്ലാ ജോലിയും ചെയ്യുന്നത്, അതുപോലെ തന്നെ നീയും എല്ലാ ജോലിയും തന്നെ ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട്. അയ്യോ അമ്മേ, എല്ലാ ജോലിയും ഞാൻ തന്നെ ചെയ്താ എന്ന് നടുപൊടിയും. ഇത്രയും പേരിലെ വീട്ടിലെ പാവം പിടിച്ച പെണ്ണ് രാവിലെ എഴുന്നേറ്റ് ഇത്രയും പേർക്കുള്ളതും ഉണ്ടാക്കിയും പറക്കിയും വെച്ച് ഇത്രയും ജോലിയും ചെയ്ത് പുറത്തു പോയി പൂമിയിട്ട് വരുമ്പോൾ പോലും അവർക്ക് വേണ്ട ഒരു ബഹുമാനവോ ഒരു ഗ്ലാസ് ചായയോ കുറച്ച് സ്നേഹമെങ്കിലും നീ കൊടുക്കാറുണ്ടോ? നീയും ഒരു സ്ത്രീ തന്നെയല്ലേ. എന്തായാലും നീയും അതിന്റെ സുഖമൊക്കെ അറിയണം. ഒരാഴ്ചയെങ്കിലും നീ ഇത് അറിയട്ടെ, അപ്പൊ നിന്റെ സ്വഭാവത്തില് കുറച്ചെങ്കിലും മാറ്റം വരുവാന്നേ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയുന്നുണ്ട് മുത്തശ്ശി. അങ്ങനെ ചന്ദ്ര ആകെപ്പാടെ വിഷമിച്ച് നിൽക്കാണ്. വൈകുന്നേരം എല്ലാവരും വരുമ്പോഴും മുത്തശ്ശി ഈ കാര്യം പറയുന്നുണ്ട്. സച്ചി പറയാണ്, അമ്മേ അച്ഛമ്മേ, ഞാൻ പറഞ്ഞു മടുത്തു. ദാ എന്റെ ഈ ഭാര്യയെ കൊണ്ടുണ്ടല്ലോ ഇവിടെ പട്ടിപ്പണി എടുപ്പിക്കുക എല്ലാരും കൂടി. ഒരു കൈസഹായം പോലും വേറെ ആരും ചെയ്യില്ല. പാവം അവിടെ തന്നെ കിടന്ന എല്ലാം ചെയ്യുന്നത്. അപ്പോഴേക്കും അച്ഛമ്മ ചോദിക്കാണ്, അല്ല നിനക്ക് ചെയ്തു കൊടുത്തൂടെ? നിന്നെ പോലെ തന്നെ രാവിലെ ഇറങ്ങി ജോലിക്ക് പോകുന്നതല്ലേ അവളും, അവളെ ഒന്ന് സഹായിച്ചൂടെ എന്ന് പറയുമ്പം സച്ചി പറയുന്നുണ്ട്, അമ്മയും പാർലെടുത്തിയും വർഷയും എല്ലാവരും ഉണ്ട്, ആരും കഴിച്ച പ്ലേറ്റ് പോലും കഴിയില്ല അച്ഛമ്മേ എന്നൊക്കെ പറയുന്നുണ്ട്. അതെ, അവനോ കഴിച്ച പാത്രമൊക്കെ അവനും തന്നെ കഴുകേണ്ടതാ, അവനോട് വസ്ത്രങ്ങളൊക്കെ അവനും തന്നെ കഴുകണം. ഇനി മുതൽ ഈ വീട്ടിൽ അങ്ങനെ മതി. രേവതി, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, മറ്റുള്ളവർ കഴിച്ച പാത്രം കഴുകുവോ അവർ തുണിയലക്കോ എന്തെങ്കിലും ചെയ്താ നിന്നെ ശരിയാക്കും. പിന്നെ നിനക്കിങ്ങനെ അച്ഛമ്മ ഉണ്ടാവില്ല എന്ന് അച്ഛമ്മ പറയുന്നുണ്ട്. അത് പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ അച്ഛമ്മേ? വർഷയാണെങ്കിലും ശ്രുതിയാണെങ്കിലും ഇഷ്ടം പോലെ സമ്പത്തും കൊണ്ടാ ഇങ്ങോട്ടേക്ക് വന്നത്. ഞാനല്ലേ ഒന്നും ഇല്ലാത്ത കുടുംബത്തിൽ നിന്ന് വന്നത്, അതുകൊണ്ട് ഞാനിതൊക്കെ ചെയ്യണമെന്നാ അമ്മ പറയുന്നേ. അപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര രേവതി എന്ത് തുറച്ചു നോക്കുന്നുണ്ട്. അവള് ഒന്ന് ഇട്ടുകൊടുത്തല്ലോ, അതുകൊണ്ട് അച്ഛമ്മ പറയുന്നുണ്ട്, അവളിനി എന്ത് പറഞ്ഞാലും നീ ഒന്നും മൈൻഡ് ആക്കണ്ട, മനസ്സിലായല്ലോ? ഇനി ഞാൻ പറയും, ഒരാഴ്ചത്തേക്ക് രേവതി ഇവിടെ ഒരു ജോലിയും ചെയ്യാൻ പാടില്ല. ഇവിടുത്തെ ജോലി മൊത്തം ചെയ്യാൻ പോകുന്നത് ചന്ദ്രയായിരിക്കും. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അയ്യോ അച്ഛമ്മേ, അത് ബുദ്ധിമുട്ടാവും, ഒരുപാട് ജോലിയില്ലേ, അമ്മ എങ്ങനെ അതൊക്കെ ചെയ്യുന്നത്, ഇത്രയും പ്രായമായില്ലേ എന്ന് പറയുമ്പോഴേക്കും
ചന്ദ്ര പറയുന്നുണ്ട്, അതെ അതെ, അവൾ പറഞ്ഞത് ശരിയാ. ഞാൻ എങ്ങനെ ഇത്രയും ജോലി ഒറ്റയ്ക്ക് ചെയ്യുന്നത്? എന്തായാലും ഞാൻ പറഞ്ഞത് അങ്ങോട്ട് അനുസരിച്ചോണ്ടാ മതി. ഞാനൊക്കെ എന്റെ തറവാട്ടിലുണ്ടെന്ന സമയത്ത് 10 മില്യൺ പേർ ഒരേ സമയം വെച്ച് വിളമ്പി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എന്താണെന്ന് നീയും ഒന്ന് അറിയട്ടെ. രേവതി, ഞാൻ പറഞ്ഞത് മനസ്സിലായോ എന്ന് പറയാണ്. ശരി അച്ഛമ്മേന്ന് നമ്മുടെ രേവതിയും പറയുന്നുണ്ട്. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ പതിവ് പോലെ പൂവെടുക്കാൻ രാവിലെ 4 മണിക്ക് തന്നെ രേവതി പോയിട്ടോ. ഈ സമയത്ത് 5 മണിയായപ്പം അച്ഛമ്മ പോയിട്ട് ചന്ദ്രയെ വിളിക്കാണ്. ചന്ദ്ര എഴുന്നേറ്റ് വരുന്നുണ്ട്. എന്താമേ ഈ സമയത്ത്? എന്താ ഈ സമയനോ? സമയം കണ്ടോ? 5 മണിയായി. രേവതി അടുക്കളയിൽ കയറുന്ന സമയമായി. പെട്ടെന്ന് തന്നെ മുറ്റം അടിച്ച് പെരെല്ലാം ക്ലീൻ ചെയ്തിട്ട് പാത്രങ്ങളൊക്കെ കഴുകിക്കോ. എന്നിട്ട് നിന്റെ മരുമക്കൊക്കെ കൊണ്ടുപോകാനുള്ള ഫുഡും അതുപോലെ കാപ്പിയും എല്ലാം റെഡിയാക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്ര പതിയെ ചെയ്യാൻ തുടങ്ങാണ്. അച്ഛമ്മ കാണാതെ പതിയെ പോയിട്ട് ശ്രുതിയെ വിളിക്കുന്നുണ്ട്. അമ്മേ, ബ്യൂട്ടി പാർലറിൽ ജോലി ചെയ്ത് ഞാൻ മടുത്തിരിക്കാം, എന്നെ കൊണ്ടൊന്നും പറ്റില്ലെന്ന് പറഞ്ഞ് അവൾ കയറി കഥ അടയ്ക്കുന്നുണ്ട്. വർഷയുടെ കാര്യം പിന്നെ പറയാണ്ടല്ലോ. വർഷ പറയുന്നുണ്ട്, അയ്യോ ആന്റി, എനിക്കൊന്നും അറിയില്ല, അടുക്കള പണിയൊന്നും ചെയ്ത് എനിക്ക് ശീലമില്ല, എനിക്ക് ഡബ്ബിംഗ് ഉണ്ട്, ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ, എന്നെ ഡിസ്റ്റർബ് ചെയ്യല്ലേ, ബ്രേക്ക്ഫാസ്റ്റ് ആവുമ്പോൾ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവളും പോയി കിടക്കാണ്. നശിച്ച 2 മരുമക്കള് ഒരു ജോലിയും ചെയ്യാൻ സഹായിക്കില്ല, ഞാൻ കിടന്നിവിടെ മടുക്കത്തേ ഉള്ളൂ എന്നും പറഞ്ഞ് പതിയെ തിരിച്ചുപോയി അടുക്കളയിൽ കയറുന്നുണ്ട്. ഇതെല്ലാം അച്ഛമ്മ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അപ്പം രേവതിയുടെ ആ ഒരു സ്ഥാനം എന്താണെന്നും അവളുടെ മഹത്വം എന്താണെന്നും മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ടാസ്ക് നമ്മുടെ അച്ഛമ്മ വെച്ചിരിക്കുന്നത്. അങ്ങനെ ചന്ദ്ര അടുക്കളയിൽ പാത്രം കഴുകിക്കൊണ്ടിരിക്കുമ്പം നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോഴേക്കും അച്ഛമ്മ ചോദിക്കാണ്, അല്ല രേവതി, പൂക്കളൊക്കെ എടുത്തച്ഛമ്മയെന്ന് പറയുന്നുണ്ട്. 4 മണിക്ക് പോയതല്ലേ, നീ 7 മണിയാകുമ്പോൾ എഴുന്നേറ്റാ മതി, പോയി കിടന്നോന്ന് പറയുമ്പം, അയ്യോ അല്ല, അടുക്കളയില്. എന്തടുക്കളയില്? ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മറന്നുപോയോ? ഞാൻ പറഞ്ഞ വാക്കിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായ പിന്നെ ഞാനവിടെ ഉണ്ടായിരിക്കില്ല. ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവും കാണില്ല എന്ന് അച്ഛമ്മ പറയാണ്. രേവതി ആണെങ്കിൽ മുറിയിൽ പോയിട്ട് അവൾക്ക് നല്ല സങ്കടമാകുന്നുണ്ട്. അവൾ പോയി പൂജാമ്മൽ പോയി പ്രാർത്ഥിക്കുക ചെയ്യാണ്. അതിനുശേഷം പോയിട്ട് പൂക്കള് കിട്ടുന്നുണ്ട്. സച്ചി എഴുന്നേക്കാണ്. എന്താ രേവതി ഇപ്പൊ ഇരുന്ന് പൂവ് കിട്ടുന്നേ? അത് പിന്നെ അച്ഛമ്മ ഇന്നലെ പറഞ്ഞാൽ സച്ചിയേട്ടന് ഓർമ്മയില്ലേ? അമ്മയെ അടുക്കളയിൽ കയറ്റിയിരിക്കുക, അമ്മയുടെ തകൃതിയായിട്ട് ജോലി ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. എന്നെ അങ്ങോട്ടേക്ക് പോകാനും സമ്മതിക്കുന്നില്ല. എനിക്കാണെങ്കിലോ എന്തോ ഒരു വല്ലാത്തൊരു തോന്നല്. അമ്മ തന്നെ ഇരുന്ന് കഷ്ടപ്പെടുകയല്ലേ? സച്ചി പറയാണ്, എന്റെ പൊന്നു രേവതി, എന്റെ അമ്മയല്ലേ, കുറച്ച് കഷ്ടപ്പെടട്ടെ. നിങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് എന്റെ അമ്മ തന്നെയാ ഇവിടെ എല്ലാ ജോലിയും ചെയ്തുകൊണ്ടിരുന്നത്. അച്ഛനൊന്ന് ഹെൽപ്പ് ചെയ്യായിരുന്നേ ഉള്ളൂ. ഞങ്ങളൊക്കെ ഓരോ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുമല്ലായിരുന്നോ? അപ്പൊ ഞങ്ങൾക്കുള്ള എല്ലാ ഫുഡും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം അമ്മ തന്നെ തയ്യാറാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പൊ പിന്നെ 3 മരുമക്കൾ കൂടി വേണമെന്നല്ലേ ഉള്ളൂ. അപ്പം രേവതി പറയുന്നുണ്ട്, എങ്കിലും ഒരുപാട് നാളായിട്ട് അമ്മയൊന്നും ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ രേവതി ഞാൻ പറഞ്ഞത് അമ്മ ചെയ്യട്ടെ, ചെയ്ത് പഠിക്കട്ടെ. ഇത്രയും ദിവസം നീ വെളുപ്പിന് എഴുന്നേറ്റ് ഇതെല്ലാം ചെയ്യുമ്പളേ എല്ലാം മൂടി പതിച്ചിടുന്ന് ഉറങ്ങാല്ലായിരുന്നോ? കോഫി കിട്ടിയില്ലെന്നൊക്കെ പറഞ്ഞ് എന്തുമാത്രം ബഹളം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്നും മൈൻഡാക്കാതെ എന്റെ മോളിൽ നിന്ന് പൂ കിട്ട്, അല്ലെങ്കിൽ വന്ന് കയറി കിടക്ക് എന്ന് പറയാണ്. വേണ്ട, ആ സമയം കൊണ്ട് ഞാൻ പൂ കിട്ടിക്കോളാം, ഈ സമയത്തൊന്നും എനിക്ക് ഉറക്കം വരില്ലെന്ന് രേവതി പറയാണ്. സച്ചി പറയുന്നുണ്ട്, നിന്റെ മനസ്സിൽ ഇത്രയെങ്കിലും വിഷമം തോന്നിയല്ലോ, പാവം അമ്മയ്ക്ക് ബുദ്ധിമുട്ടാവുമെന്ന്. എന്നിട്ട് മറ്റു 2 മരുമക്കൾ എവിടെ? അവരെനിക്ക് എന്തെങ്കിലും സഹായം ചെയ്തു, അവർക്ക് സഹായിക്കാലോ. അവർ സഹായിച്ചില്ലല്ലോ. അപ്പൊ തന്നെ എന്റെ അമ്മയ്ക്ക് മനസ്സിലാവും നിന്റെ വില എന്താണെന്നുള്ളത്, നീ എന്തുമാത്രം ജോലി ചെയ്തുകൊണ്ടിരുന്നുള്ള കാര്യമൊക്കെ. അതുകൊണ്ട് നീ അതൊന്നും മൈൻഡ് ചെയ്യണ്ട. അച്ഛമ്മ പറഞ്ഞ വാക്കെങ്ങാനും ധിക്കരിച്ചാലേ പിന്നെ അച്ഛമ്മ നിന്നോട് മിണ്ടില്ല, അത് വേറെ കാര്യം, അത് ഓർത്തോണം എന്ന് നമ്മുടെ സച്ചി പറയുന്നുണ്ട്. രേവതിയാണെങ്കിൽ ആകെപ്പാടെ വിഷമിച്ചിരുന്ന് പൂ കിട്ടിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഈ സമയത്താണെങ്കിൽ ചന്ദ്ര അവിടെ ഭൂരി ഉണ്ടാക്കുന്നുണ്ട്, ദോശ ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ തന്നെ മസാലക്കറി ഉണ്ടാക്കാണ്. അങ്ങനെ ചോറും വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊക്കെ ആണെങ്കിൽ അവൾ ആകെപ്പാടെ കുഴഞ്ഞു മറിയാണ്. അപ്പോഴേക്കും അച്ഛമ്മ ചോദിക്കാണ്, അല്ല ഇതുവരേക്കും കോഫി കിട്ടിയില്ലല്ലോ, എന്താ ചന്ദ്ര ഇത്? സമയം 8 മണിയായി എന്ന് പറയുന്നുണ്ട്. എല്ലാവരും രാവിലെ എഴുന്നേറ്റ് വരുന്നുണ്ട് കേട്ടോ. കോഫി എവിടെയെന്ന് ചോദിക്കാണ് ശ്രുതിയും വർഷയൊക്കെ. ഇത് കണ്ട് അച്ഛമ്മ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റു മരുമക്കളുടെ തന്നെ സ്വരൂപമൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കോട്ടെ എന്ന് ഓർത്തായിരിക്കും കേട്ടോ. ചന്ദ്ര അങ്ങനെ അടുക്കളയിൽ നിന്ന് എണീച്ച് വരുന്നുണ്ട്. വന്നിട്ട് കോഫിന് കൊടുത്തിട്ട് പറയാണ്, വർഷമോളെ, ശ്രുതിമോളെ, ഇത്രയും നേരം നിങ്ങൾ ഉറങ്ങിയില്ലേ, ഒന്ന് സഹായിക്കോ? ഇനി ചോറിന് കൊണ്ടുള്ള കാര്യങ്ങളും കൂടി ആവണം.
ശ്രുതി ചോദിക്കുകയാണ്, ആന്റി ഇത്ര നേരം ഒന്നും ആയില്ലേ? ഞങ്ങൾക്ക് സമയമില്ല, അത് 8 മണിയായി, ഇനി കുളിക്കണം, പോകണം, അതിനുള്ള സമയമല്ലേ ഉള്ളൂ. 9 മണിയാകുമ്പോൾ ഇറങ്ങണ്ടേ, എനിക്ക് കട തുറക്കേണ്ടതല്ലേ എന്ന് പറയുന്നുണ്ട്. വർഷ പറയാണ്, അതെ അതെ, എനിക്ക് 9 മണിക്ക് ഡബ്ബിങ് ഉള്ളതാ, അതുകൊണ്ട് എന്നെ സഹായിക്കാണെന്ന് വിളിക്കണ്ട ആന്റി, എനിക്ക് അറിയത്തുമില്ല. എത്രയും പെട്ടെന്ന് ആന്റി റെഡിയാക്കാൻ നോക്ക്, പാക്ക് ചെയ്ത് വെക്ക്, ഞങ്ങൾക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് വർഷയും ശ്രുതിയും കോഫിയും കുടിച്ചിട്ട് അകത്തേക്ക് കയറി പോവാണ്. രേവതി ആണെങ്കിലോ കുളിയെല്ലാം കഴിഞ്ഞിട്ട് അവിടെ വരുന്നുണ്ട്. അച്ഛമ്മേ, ഞാൻ ഒന്ന് സഹായിക്കട്ടെ, അല്ലെങ്കിൽ കൂട്ടിയാ കൂടില്ല, സമയം എന്താ 8 മണിയായി, 9 മണിക്ക് എല്ലാവർക്കും ഫുഡ് കൊടുക്കാനുള്ളതാ. ഇത്രയും ദിവസം നീയല്ലേ ചെയ്തത്, അവള് തന്നെ ചെയ്യട്ടെ, ഇതിന് വല്ല ബുദ്ധിമുട്ടുണ്ടോന്നേ അവൾ മനസ്സിലാക്കട്ടെ എന്ന് പറയാണ്. അങ്ങനെ ചന്ദ്ര വീണ്ടും വീണ്ടും എല്ലാ ജോലിയും ചെയ്ത് അവശ്യ നിലയിലായിട്ടുണ്ട് കേട്ടോ. 9 മണിയാകുമ്പോഴേക്കും എല്ലാവരും താഴേക്ക് വരാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയില്ല ആന്റി എന്ന് വിളിച്ചു ചോദിക്കുകയാണ് ശ്രുതിയും നമ്മുടെ വർഷയൊക്കെ. അപ്പോഴേക്കും ചന്ദ്ര എന്നിട്ട് പറയുന്നുണ്ട്, രണ്ടുപേരും രാവിലെ ഞാൻ വിളിച്ചതല്ലേ ഒന്നൊരു കൈസഹായത്തിന് വേണ്ടിയിട്ട്, രണ്ടുപേരും എന്നിട്ട് അനങ്ങിയില്ലല്ലോ, എന്നിട്ടിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് പോലും കുറച്ച് താമസമുണ്ട്, ഒന്ന് വെയിറ്റ് ചെയ്യ് എന്ന് പറയാണ്. ശ്രുതി പറയുന്നുണ്ട്, അയ്യോ ആന്റി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് തീരെ സമയമില്ല, അങ്ങനാണെങ്കിൽ ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം എന്ന് പറയുന്നുണ്ട്. ആഹാ, പുറത്തുനിന്നൊന്നും കഴിക്കണ്ട, ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ചതല്ലേ, ഇത് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് ചന്ദ്ര പറയുന്നുണ്ട്. അങ്ങനെ ചന്ദ്ര പോയിട്ട് ഭൂരിയും കറിയും എല്ലാം എടുത്ത് എല്ലാവർക്കും കൊണ്ടുവരുന്നുണ്ട്. അപ്പോഴേക്കും എല്ലാവരും കുളിച്ച് റെഡിയായിട്ട് ഹാളിൽ വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ രവിയും അച്ഛമ്മയും രേവതിയും എല്ലാവരും ഉണ്ട്. രേവതി ഇരിക്കുന്ന കാണുമ്പോഴേക്കും ചന്ദ്രയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. രേവതി തലകുണിച്ചിരിക്കുകയാണ്. അച്ഛമ്മ പറയുന്നുണ്ട്, എന്താ രേവതി, ഭക്ഷണത്തിന് മുമ്പിൽ മാത്രം നീ തലകുണിച്ചാൽ മതി, മറ്റാരുടെ മുമ്പിൽ തലകുണിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് അച്ഛമ്മ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കഴിക്കുന്നുണ്ട് കേട്ടോ. വർഷയും നമ്മുടെ ശ്രുതിയും സച്ചിയും ബാക്കി നമ്മുടെ ശ്രുതിയും ശ്രീകാന്തും എല്ലാവരും കഴിച്ച പ്ലേറ്റ് അവിടെ തന്നെ വെച്ചിട്ട് എഴുന്നേറ്റ് പോയിട്ട് കൈ കഴുകുന്നുണ്ട്. ഇത് കണ്ട അച്ഛമ്മ ഒരക്ഷരം പോലും മിണ്ടാതിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ചന്ദ്ര എന്തെങ്കിലും പറഞ്ഞെന്ന് അറിയുമല്ലോ, അതുകൊണ്ട് തന്നെ. നമ്മുടെ രേവതി ആണെങ്കിൽ അവള് കഴിച്ച പ്ലേറ്റ് എടുത്തോണ്ട് പോകുന്നുണ്ട്. സച്ചിയുടെ പ്ലേറ്റ് ഇങ്ങനെ താന്ന് പറയുമ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട്, എടി അച്ഛമ്മ പറഞ്ഞത് കേട്ടതല്ലേ, മിണ്ടാതിരുന്നോ, സ്വന്തം പ്ലേറ്റ് കഴിയില്ലെങ്കിൽ ഇപ്പൊ തന്നെ അടി കിട്ടും എന്നും പറഞ്ഞ് പതിയെ സച്ചിയും രേവതിയും ആ പ്ലേറ്റും അടുക്കളയിലേക്ക് പോവാണ്. ചന്ദ്ര പറയുന്നുണ്ട്, വർഷയും ശ്രുതിയും കൈ കഴുകി കഴിഞ്ഞോ? ആ കഴിഞ്ഞ ആന്റി. എന്താ ആന്റി? അല്ല ശ്രീകാന്തും ശ്രുതിയും നിങ്ങൾ കൈ കഴുകി കഴിഞ്ഞോ? കഴിഞ്ഞമ്മേ എന്ന് പറയാണ്. എങ്കിലേ 4 പേരും കഴിച്ച പ്ലേറ്റ് എടുത്തോണ്ടേ കഴുകി വെക്ക്, ഇവിടെ ജോലിക്കാരൊന്നും ഇല്ല കഴുകാൻ എന്ന് പറയുന്നുണ്ട്. വർഷ പറയുന്നുണ്ട്, അതെന്താ ആന്റി അങ്ങനെ പറഞ്ഞത്, ഇത്രയും ദിവസം ഇവിടെ കഴുകിക്കൊണ്ടിരുന്നത് ആരാ? അപ്പോഴേക്കും അച്ഛമ്മ ചോദിക്കുകയാണ്, എന്താ വർഷേ, ജോലിക്കാരാണോ കഴുകിയത്? അതല്ല അച്ഛമ്മേ, ഈ ആന്റി ആണെങ്കിൽ ശരിക്കും രേവതി ചേച്ചീനെ ഒരു വേലക്കാരിയെ പോലെ തന്നെയാ കണ്ടോണ്ടിരുന്നത്. ചേച്ചിയായിരുന്നല്ലോ എല്ലാവരും എച്ചിപ്ലേറ്റ് പോലും കഴുകിക്കൊള്ളുന്നത്. ഞങ്ങൾ കഴുകാന്ന് പറയുമ്പം ഈ ആന്റി സമ്മതിക്കില്ല, അതിനൊക്കെയുള്ള ഒരു ജോലിക്കാരിയുണ്ട്, അവള് കഴുകിക്കൊള്ളുന്ന ആന്റി പറയുന്നത്. അതാണ് ഞങ്ങൾ ചോദിച്ചത്. അതുകൊണ്ടെന്നല്ല അച്ഛമ്മേ, ഞാൻ ഇന്ന് പ്ലേറ്റ് കഴിയില്ല, ഇന്ന് ഡ്യൂട്ടി അമ്മയ്ക്കാണല്ലോ, അതുകൊണ്ട് ഇവിടുത്തെ ആന്റി തന്നെ ഈ പാത്രങ്ങളൊക്കെ കഴുകട്ടെന്ന് പറഞ്ഞിട്ട് വർഷ കയറി പോകുന്നുണ്ട്. ശ്രീകാന്ത് ശ്രുതിയാണെങ്കിൽ അമ്മയെ പേടിച്ച് പാത്രം കഴുകാൻ കൊണ്ടുപോവാണ്. അപ്പോഴേക്കും ശ്രുതി മനസ്സിൽ ഓർക്കുന്നുണ്ട്, ഇപ്പൊ ഞാൻ വർഷയുടെ കൂടെ വന്നാല് ഈ ആന്റി എന്നെ തള്ളിപ്പറയും, അത് വേണ്ട, എനിക്ക് മുഖ്യം ആന്റിയാണ് എന്നും പറഞ്ഞിട്ട് അവളും അകത്തേക്ക് പ്ലേറ്റ് കഴുകാൻ പോകുന്നുണ്ട്. അച്ഛമ്മ പറയാണ്, കണ്ടല്ലോ നിന്റെ വർഷമരുമോളുടെ സ്വഭാവം എന്താണെന്ന് മനസ്സിലായല്ലോ, അവള് പറഞ്ഞതേ 100% ശരിയാ, ഇത്രയും ദിവസം നീയാണല്ലോ പറഞ്ഞത് രേവതി വേലക്കാരിയാണ്, അതുകൊണ്ട് ജോലിയൊക്കെ രേവതി ചെയ്യണമെന്ന്. ഇപ്പൊ അവള് പറയുമ്പോ നിനക്ക് ചെറിയ സങ്കടാക്കി ആയില്ലേ, നിന്നെ ഒരു ജോലിക്കാരിയെ പോലെ ആക്കിയെന്ന് നിനക്ക് തോന്നിയില്ലേ? ആ കൊച്ചേ കുറുക്കിയുള്ളെന്ന് മറുപടി തന്നെ തന്നേന്നൊക്കെ നമ്മുടെ അച്ഛമ്മ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് രവി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രേവതി സച്ചിൻ പ്ലേറ്റൊക്കെ കഴിയിട്ട് വന്നിട്ട് അച്ഛമ്മയോട് പറയുന്നുണ്ട്, അച്ഛമ്മേ ഞാൻ പൂവയ്ക്കാൻ പോവാണെന്ന് രേവതി പറയുന്നുണ്ട്. സച്ചിയാണെങ്കിലോ ഞാനും പോവാ അച്ഛമ്മയെന്നും പറഞ്ഞിട്ട് അവർ രണ്ടുപേരും ഇറങ്ങി പോകുന്നുണ്ട്. വർഷയും വന്നിട്ട് അച്ഛമ്മയെ ഞാൻ പോയിട്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഡിന്നറും എടുത്തോണ്ട് പോവാണ് കേട്ടോ. ലഞ്ചും എടുത്തോണ്ട് പോകുന്നുണ്ട്. ശ്രുതിയും സച്ചിയും രേവതിയും ശ്രുതിയും വർഷയും ശ്രീകാന്തും എല്ലാവരും പോവാണ് കേട്ടോ. പിന്നീട് അവിടെ അച്ഛമ്മയും അതുപോലെ തന്നെ ചന്ദ്രയും രവി മാത്രം ഉണ്ടാവുള്ളൂ. അപ്പോഴേക്കും ചന്ദ്രയാണെങ്കിൽ ആകെപ്പാടെ നടുവൊടിഞ്ഞ് വന്നിരിക്കുന്നുണ്ട്. അച്ഛമ്മ ചോദിക്കുകയാണ്, അല്ല നീ കഴിക്കുന്നില്ലേ? സമയമില്ല, ഇനി അടുക്കള മുഴുവന് പാത്രം തന്നിരിക്കുക, മുഴുവന് ക്ലീൻ ചെയ്യണം, പേരെല്ലാം അടിച്ചു വാരണം, തുണിയെല്ലാം വാഷ് ചെയ്യാൻ കിടക്കാണ്, ഒത്തിരി പണിയുണ്ട്, ഇന്നെങ്ങും ഞാൻ ഇതാ തീരുകയില്ലെന്ന് പറയുമ്പോൾ
അച്ഛമ്മ ചോദിക്കാണ്, ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ പാവൻ രേവതി എന്തുമാത്രം ജോലിയാ ഒരു ദിവസം ചെയ്യുന്നതിന്. 9 മണിക്കുള്ളില് എല്ലാം തീർത്തിട്ടാണ് ആ പാവം ഇവിടുന്ന് കടയിലേക്ക് പോകുന്നത്. അത് നിനക്ക് മനസ്സിലായല്ലോ. അത് മനസ്സിലാക്കവരാണ് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചത്. എന്തായാലും 5 ദിവസം നീ ഇത് ചെയ്തേ പറ്റുള്ളൂ. ആ 5 ദിവസം കൊണ്ടേ നീ നിന്റെ മരുമകളുടെ നന്മ എന്താണെന്ന് മനസ്സിലാക്കുമെന്ന് അച്ഛമ്മ പറയുന്നുണ്ട്. ചന്ദ്ര പറയാണ്, അച്ഛമ്മേ അമ്മേ ഞാൻ ഇപ്പൊ തന്നെ മനസ്സിലാക്കി. രേവതിയെയും കൂടി ഒന്ന് സഹായിക്കാൻ പറ, അല്ലെങ്കിലേ അച്ഛമ്മ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഞാനിവിടെ പെട്ടുപോകുമെന്ന് ചന്ദ്ര പറയുമ്പം, ഇല്ല, എന്റെ വാക്കിന് മാറ്റമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ 5 ദിവസം എന്ന് പറഞ്ഞാൽ 5 ദിവസം. 5 ദിവസം കഴിയാതെ ഒരു ദാക്ഷിണ്യമില്ല. അതുകൊണ്ട് നീ അതിന് കയറൊടിക്കണ്ട എന്ന് അച്ഛമ്മ പറയാണ്. ഇതും കണ്ട് സങ്കടപ്പെട്ട് നിൽക്കാണ് നമ്മുടെ ചന്ദ്ര. രവി പറയുന്നുണ്ട്, എന്തായാലും വർഷമോള് പറഞ്ഞത് ശരിയാ. നീ ഇത്ര ദിവസം രേവതിയാണ് വേലക്കാരിയെന്ന് ശ്രുതിയോടും വർഷയോടും പോലും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ നിനക്ക് ഈ അടി ആവശ്യം തന്നെയാ. വർഷമോളൊന്നും പറഞ്ഞതൊക്കെ കറക്റ്റായ കാര്യാ. പിന്നെ നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ, നിന്റെ 2 മരുമക്കളും സഹായിക്കാൻ പറ്റുമായിരുന്നു. അവർ നിന്നെ സഹായിച്ചോ? ഇല്ലല്ലോ. ഒരു ക്ലാസ് പോലും മാറ്റിവെക്കാന് അവർ നിന്നെ സഹായിച്ചില്ല. അതാണ് നമ്മുടെ രേവതി മോളുടെ മഹത്വം എന്ന് രവി പറയുന്നുണ്ട്. നമ്മുടെ ചന്ദ്രയ്ക്ക് ആകെപ്പാടെ വല്ലാത്തൊരു വിഷമമാവുന്നു കേട്ടോ. അവളാണെങ്കിൽ വീണ്ടും അടുക്കളയെല്ലാം ക്ലീൻ ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് രവി പോയിട്ട് അവളെ പെരയൊക്കെ ക്ലീൻ ചെയ്യാൻ സഹായിക്കാൻ കേട്ടോ. ശേഷം തുണി അലക്കാനൊക്കെ ചന്ദ്ര പോവാണ്. രവി ആണെങ്കിലോ വാഷ് ചെയ്ത തുണിയൊക്കെ വിരിച്ചൊക്കെ അവളെ സഹായിക്കാണ്. അങ്ങനെ തുണിമടക്കും പരിപാടിയൊക്കെ ആയിട്ട് 4 മണി വരെ നമ്മുടെ ചന്ദ്ര പണിയാണ്. അപ്പോഴേക്കും എല്ലാവരും ജോലിക്ക് പോയിട്ട് വരുന്നുണ്ട് കേട്ടോ. ജോലിക്ക് പോയിട്ട് വരുന്നവർക്കെല്ലാം നമ്മുടെ രേവതി കോഫി ഉണ്ടാക്കി കൊടുക്കാറുന്നല്ലോ. അതുപോലെ ചന്ദ്ര എല്ലാവർക്കും കോഫിയൊക്കെ ഉണ്ടാക്കി കുടിക്കാണ്. കുടിച്ചിട്ട് ആ ഗ്ലാസ് തന്നെ ടേബിളിൽ വെച്ചിട്ട് എല്ലാരും പോകുന്നുണ്ട്. എന്നും ചന്ദ്ര പോലും രേവതിയോട് അങ്ങനാണല്ലോ കാണിച്ചുകൊണ്ടിരുന്നത്. അതൊക്കെ നമ്മുടെ ചന്ദ്രയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ രേവതിയും ആ ഗ്ലാസ്സുകളെല്ലാം എടുത്തുകൊണ്ട് ചന്ദ്ര അടുക്കളയിൽ കൊണ്ടുപോയി വെച്ച് വീണ്ടും കഴുകുന്നുണ്ട്. എല്ലാവരും വന്ന് കുളിയെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും വന്നിട്ട്, അമ്മേ കോഫിക്ക് എന്താ ഇന്ന് ചെറുകടിയൊന്നും ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്ക് ചന്ദ്ര പറയുന്നുണ്ട്, ദേ വർഷേ ശ്രുതി, എന്റെ സ്വഭാവം മാറ്റല്ലേ. ഒന്നാമതേ ഞാനിവിടെ ആ പാടെ തളർന്നു നിൽക്കുക. അപ്പോഴാണ് നിങ്ങളുടെ ചെറുകടികൾ മിണ്ടാതിരുന്നോണം എന്നും പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോഴേക്ക് രണ്ടുപേരും ഒന്നിച്ച് മുറിയിലേക്കും പോകുന്നുണ്ട്. അങ്ങനെ 3-4 ദിവസം ഇതുപോലെ തന്നെ വളരെ കഷ്ടപ്പെട്ട് കടന്നു പോകുന്നുണ്ട്. ചന്ദ്ര ആകെപ്പാടെ അവശയായ ഒരു അവസ്ഥയിലെത്തി കേട്ടോ. അപ്പോഴേക്കും എല്ലാവരെയും വിളിച്ചു കൂട്ടിട്ട് അച്ഛമ്മ പറയുന്നുണ്ട്, ദേ നിങ്ങളുടെ അമ്മയുടെ അവസ്ഥ എന്താണെന്ന് കണ്ടോ എന്ന് പറയാണ്. സച്ചി പറയുന്നുണ്ട്, അമ്മേ ഇതേ എന്റെ അമ്മയ്ക്ക് ആവശ്യം അച്ഛമ്മേ. എന്റെ ഭാര്യ പാവം തനിയെ കിടന്ന് ഇവിടെ ഇത്ര ദിവസം ജോലി ചെയ്തിട്ട് ആർക്കൊരു മൈൻഡില്ലായിരുന്നു. അവളെ പലരുടെ ജോലിക്കാരിയാക്കി. ഇപ്പൊ അവർക്കാണ് തിരിച്ചു കിട്ടിയപ്പോഴേ എനിക്ക് സമാധാനമായി. എന്റെ അമ്മയായതുകൊണ്ട് പറയല്ല, ഇതുപോലൊരു ദുഷ്ടീനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടില്ല എന്ന് സച്ചി പറയുന്നുണ്ട്. ചന്ദ്ര പറയാണ്, എടാ ഞാൻ നിന്റെ അമ്മയാടാ. ഓ അതിപ്പോ നിങ്ങക്ക് ഓർമ്മയുണ്ടല്ലേ? ബാക്കി 2 മക്കളുടെ ഭാര്യമാരെ നിങ്ങൾ എന്ത് സുഖമായിട്ടാണ് കയറ്റിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ടിപ്പൊ എന്ത് പറ്റി? ഒരു കൈ സഹായത്തിനെങ്കിലും ഈ 2 മരുമക്കളും വന്നോ എന്ന് ചോദിക്കാണ്. അതേ സമയത്ത് അമ്മയെ സഹായിക്കാനും ഇത്രയും ദിവസം എല്ലാത്തിനും കൂടെ വന്നതും എല്ലാ ജോലിയും ചെയ്തത് എന്റെ ഭാര്യ. പല സമയത്തും റൂമിൽ വന്നിട്ട് അമ്മ ചെയ്യുന്നത് കാണുമ്പോൾ സങ്കടമുണ്ടെന്ന് പറഞ്ഞതും ഇവള് മാത്രമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, ആ എന്റെ ഭാര്യയും പറഞ്ഞായിരുന്നു അമ്മ പാവമുണ്ടെന്ന് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞ് കള്ളം പറയുമ്പോഴേക്കും ചന്ദ്ര ചോദിക്കുന്നുണ്ട്, എന്നിട്ട് എന്താടാ നിന്റെ ഭാര്യ ഇറങ്ങി വരാഞ്ഞത്? ഒരു ക്ലാസ് എങ്കിലും മാറ്റിവെക്കാൻ അവൾ ഇറങ്ങി വന്നോ? ഇല്ലല്ലോ. പിന്നെ നീ കൂടുതൽ ഡയലോഗ് ഒന്നും അടിക്കണ്ട അച്ചിക്കോന്നൻ എന്നും പറഞ്ഞ് അവനെ കളിയാക്കുന്നുണ്ട്. അവനും മിണ്ടാതെ അവിടെ നിൽക്കാറട്ടോ. ഈ ഒരു സമയത്ത് നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും ഇത്ര ദിവസം കൊണ്ട് അമ്മയെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. രേവതിക്ക് ഇവിടെ നല്ല ജോലിയുണ്ട്. രേവതി ഇനി നീ വിഷമിക്കേണ്ട. രാവിലെ 4 മണിയാകുമ്പോൾ നീ എഴുന്നേക്കുന്നുണ്ടല്ലോ. പൂവും മേടിച്ചു വന്നിട്ട് എന്നെ കൂടെ വിളിച്ചാൽ മതി. നിന്റെ എല്ലാ ജോലിക്കും ഞാൻ സഹായിക്കാം. അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ഞാൻ സഹായിക്കാം. ഞാൻ അരിഞ്ഞും പറക്കിയൊക്കെ തരാം എന്ന് പറയുന്നുണ്ട്. അയ്യോ അമ്മേ അതിന്റെ ഒന്നും ആവശ്യമില്ല, എനിക്ക് തന്നെ ചെയ്യാനുള്ളതേ ഉള്ളൂ, അതൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറയുമ്പം ചന്ദ്ര പറയുന്നുണ്ട്, വേണ്ട വേണ്ട, എന്തായാലും അമ്മ നടത്തിയ ടെസ്റ്റിലെ ഞാൻ പരാജയപ്പെട്ടു. എനിക്ക് മനസ്സിലായി നിന്റെ ജോലിയുടെ ഭാരവും ഇവിടുത്തെ അവസ്ഥയൊക്കെ. അതുകൊണ്ട് ഇനി ഞാൻ നിന്നെ ശല്യപ്പെടുത്തോ വേദനിപ്പിക്കത്തോ ഒന്നുമില്ല.
ജോലി നീ ചെയ്യാതെ പോയാലും ഇനി പ്രശ്നമൊന്നുമില്ല, ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നുണ്ട്. എന്തായാലും മറ്റു രണ്ട് മരുമക്കൾക്ക് പണമുണ്ടെങ്കിലും എന്നോട് യാതൊരു സ്നേഹമില്ല എനിക്ക് മനസ്സിലായി. തുള്ളി പോലൊന്ന് സഹായിക്കാൻ പോലും രണ്ടിടത്തിനും പറ്റില്ലായിരുന്നല്ലോ. അതുകൊണ്ട് നിങ്ങൾ രണ്ടിനും കൂടുതൽ കാര്യമൊന്നും പറയണ്ട എന്നും പറഞ്ഞ് രേവതിയോട് ആദ്യമായിട്ടൊരു സോഫ്റ്റ് കോർണറോട് സംസാരിക്കുകയാണ് നമ്മുടെ ചന്ദ്ര. ഇത് കാണുമ്പം അച്ഛമ്മയ്ക്കും സച്ചിക്കും രേവതിക്കൊക്കെ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. രവിക്കും വർഷയും പറഞ്ഞിട്ടുണ്ട്, എന്തായാലും ഇങ്ങനെയൊക്കെ ആയല്ലോ, ആന്റിക്ക് മനസ്സിലായല്ലോ മരുമകളുടെ മഹത്വം എന്താണെന്നുള്ളത്. രേവതി ചേച്ചിയെ പാവ, എല്ലാവർക്കും വേണ്ടി എന്തു ചെയ്യാനും ചേച്ചിക്ക് മടിയൊന്നുമില്ല. ചേച്ചി എന്നെ കൂടെ വിളിച്ചോ, ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഇത്രയും ദിവസമേ ഞാൻ ഹെൽപ്പ് ചെയ്ത് മനഃപൂർവ്വം ഇരുന്നതാ. ആ ചേച്ചിയുടെ അമ്മായിമ്മ ഒന്ന് മനസ്സിലാക്കണം ചേച്ചിയുടെ മഹത്വം എന്താണെന്നുള്ളത്, അതുകൊണ്ട് തന്നെയാ എന്ന് പറയുമ്പം സാരില്ല വർഷമോളെ, ഇതൊക്കെ എനിക്ക് ശീലമുള്ള ജോലിയല്ലേ. അമ്മ സഹായിക്കാന്ന് പറഞ്ഞപ്പോ തന്നെ എന്റെ മനസ്സും വയറൊക്കെ നിറഞ്ഞു, എനിക്കത് മതിയെന്ന് രേവതിയും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ചന്ദ്രയാണെങ്കിലോ രേവതി പിന്നെ നല്ല സ്നേഹത്തിലായിരിക്കും. അതുപോലെ തന്നെ ശ്രുതിയെ കൊണ്ട് നല്ല ജോലിയും ചെയ്യിപ്പിക്കുന്നുണ്ട്. വർഷയെ കൊണ്ടും ശ്രുതിയെ കൊണ്ടും ഒക്കെ ഓരോ ജോലിയും പറഞ്ഞു ചെയ്യിപ്പിക്കുന്നുണ്ട് കേട്ടോ.